മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് മഹാലക്ഷ്മി സീരിയലിൽ ഇനി വരാൻ പോകുന്നത്. കാരണം കരുണയ്ക്ക് അറിയില്ലായിരുന്നു ഉണ്ണിയുടെയൊക്കെ അച്ഛനെ കൊന്നത് കരുണയുടെ അച്ഛനാണ്. ആ ഒരു സത്യം മോഹിനി പറഞ്ഞതും കരുണ വിശ്വസിക്കാണ്ട് നേരെ പോകുന്നത് പ്രതാപൻ്റെ അമ്മയുടെ അടുത്തേക്കാണ്. അവിടെ ചെന്നതും കരുണ നേരിട്ട് തന്നെ ഈ കാര്യങ്ങൾ ചോദിക്കുമ്പം പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ കരുണയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ഇവരത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവർ മറുപടി ഒന്നും പറയാത്തതെന്ന്. എന്നിട്ട് കരുണ വീണ്ടും ചോദിക്കുമ്പം പ്രതാപനാണ് ഈ പറയുന്നുണ്ട്, അങ്ങനെ ഒരു തെറ്റ് എനിക്ക് സംഭവിച്ചു പോയി മോളേന്ന്. അത് കേട്ടതും കരുണയാണെങ്കിൽ ആകെ രോഷാകുലയായിട്ട് തന്നെ ഞാൻ എന്തായാലും പോകുക, ഇപ്പം തന്നെ ഞാൻ എൻ്റെ ഉണ്ണിയേട്ടൻ്റെ വീട്ടിലോട്ട് പോകുക. അച്ഛന് ഇതുപോലെ ഒരു ചതി ചെയ്യാൻ എങ്ങനെ തോന്നി? എന്നാലും ഒരു ജീവൻ എടുക്കാനൊന്നും അച്ഛന് പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അച്ഛനൊരു കൊലയാളിയാണല്ലോ. ഇനിയിപ്പോൾ ഈ വിവരം എങ്ങാനും ഉണ്ണിയേട്ടനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിയേട്ടനും കണ്ണേട്ടനും എല്ലാവരും എന്നെ ആ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. പിന്നെ അവിടെ ലക്ഷ്മിക്കായിരിക്കും സ്ഥാനം ഉണ്ടാവണേ. എന്തായാലും ഇതുപോലൊരു ചതി അച്ഛൻ എന്നോട് ചെയ്യണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കരുണ ദേഷ്യപ്പെട്ടുകൊണ്ട് പോകാൻ തുടങ്ങുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് മോളെ അതിപ്പോൾ സംഭവിച്ചതല്ലല്ലോ, പണ്ടെങ്ങോ സംഭവിച്ചു പോയതല്ലേ. അന്ന് ഇവൻ ഓർത്തില്ലല്ലോ മോളെ ഉണ്ണിക്ക് വിവാഹം കഴിച്ചു കൊടുക്കണ കാര്യം. പിന്നെ ഇവനും ആ കാര്യം മറന്നു പോയായിരുന്നു. ഇപ്പോഴാണ് ഇവനൊക്കെ അത് വീണ്ടും ഓർമ്മ വന്നത്. അതും ആ മഹാലക്ഷ്മി പറഞ്ഞിട്ടാണ് ഇവനക്ക് ഓർമ്മ വന്നത്. അവളന്ന് ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ ആ സത്യം മോൾ അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളൊന്നും മറച്ചു വയ്ക്കണില്ല. അവൾ കുറേ നാളായിട്ട് ഞങ്ങളെ ഇതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞപ്പോഴല്ലേ ഞാൻ സത്യങ്ങൾ അറിഞ്ഞേ. ആദ്യം ഞാൻ വിചാരിച്ചത് അമ്മ എന്നോട് നുണ പറയണേയാണ്. എന്തായാലും ഇപ്പോഴെങ്കിലും എനിക്ക് സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. നിങ്ങൾ ഇത്രയ്ക്ക് ദുഷ്ട മനസ്ഥിതി ഉള്ളവരാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. കാര്യം ഞാൻ എപ്പോഴും മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന് പറയുമായിരുന്നെങ്കിലും ഒരാളെ കൊല്ലാനുള്ള മനസ്സൊന്നും അച്ഛനുണ്ടെന്ന് ചിന്തിച്ചില്ല. അച്ഛൻ ഇത്രയ്ക്കും ദുഷ്ടനായിരുന്നു. ഇനി നിങ്ങളെ എനിക്ക് അച്ഛനായിട്ട് അംഗീകരിക്കാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് കരുണ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും അവർക്ക് കരുണയോടൊന്നും പറയാനുള്ള ധൈര്യമില്ല. കാരണം വേറൊന്നുമല്ല, കരുണയുടെ സ്വഭാവം അവർക്ക് നല്ലോണം അറിയാവുന്നതാണല്ലോ. അവർ തന്നെയാണല്ലോ കരുണയെ വളർത്തി വഷളാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കരുണേനോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലയെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ മോഹിനിയാണെങ്കിൽ ഉണ്ണിയുടെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. ഉണ്ണി ഫോൺ എടുത്തിട്ട് കരുണയുടെ അമ്മയല്ല വിളിക്കണേ, ഇവരെന്തിനായിരിക്കും എൻ്റെ ഫോണിലേക്ക് വിളിക്കണേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഫോണെടുത്ത് എന്താണെന്ന് ചോദിക്കുമ്പം അതേ മോനിപ്പോൾ തന്നെ വീട്ടിലോട്ട് വരണമെന്ന് പറയുന്നു. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ അങ്ങോട്ട് വരണേന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നിനല്ല കരുണമോളെ വിളിച്ചു കൊണ്ടുപോകാനാ. ആ സമയത്ത് ഉണ്ണി ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ തലയ്ക്ക് ബോധമില്ലേ? അവളിനി ഇങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞ് എന്നെ ആളുകളുടെയൊക്കെ മുമ്പിലിട്ട് തല്ലിയിട്ടല്ലേ പോയത്. ഇനി അവളെ ഞാൻ വിളിക്കാൻ വന്നിട്ട് അവിടെ ഇട്ടും അവളെന്നെ തല്ലാനാണെന്ന് ചോദിക്കുമ്പം അതൊക്കെ നേരാ മോനെ, പക്ഷേ ഇനി ആ മോളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവില്ല. മോൾക്കിപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് എന്താ കാര്യം? അവളുടെ അച്ഛനും മുത്തശ്ശിയും പറയും പോലെയല്ലേ ജീവിക്കുള്ളൂ എന്ന് ചോദിക്കുമ്പം മോനൊന്ന് വന്ന് നോക്ക്, കരുണമോൾക്കുടെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മോൻ വിളിച്ചാൽ മോൻ്റെ കൂടെ വന്നോളൂ എന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, എനിക്കതിലൊന്നും ഒരു വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും കരുണയെ വിളിക്കാനൊന്നും ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ മോനെ അമ്മ പറയുന്നത് മോനൊന്ന് കേൾക്ക്, എന്തായാലും മോനൊന്ന് വന്ന് നോക്ക്. എന്നിട്ടും കരുണമോള് മോൻ്റെ കൂടെ വന്നില്ലെങ്കിൽ പിന്നെ മോനെ ഞാൻ നിർബന്ധിക്കില്ല. ആ സമയത്ത് ദുർഗ അങ്ങോട്ട് വരുന്നുണ്ട്. ദുർഗ ഇത് കേട്ടതും എന്താടാന്ന് ചോദിക്കുമ്പം കരുണയുടെ അമ്മയെ വിളിക്കണേ, കരുണയെ വിളിക്കാൻ ചെല്ലാനാ അമ്മ പറയണേന്ന് പറയുമ്പം എന്നാൽ നീ പോയി നോക്കടാന്ന് പറയുന്നു. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഞാനിപ്പോൾ വരാം അമ്മയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് ദുർഗ ചോദിക്കുന്നുണ്ട്, അവളിപ്പോൾ വരാമെന്ന് സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല, കരുണയുടെ സ്വഭാവം വെച്ച് കരുണ ഞാൻ ചെന്നാലൊന്നും വരുമൊന്നുമില്ല. പക്ഷേ കരുണയുടെ അമ്മ പറയണത് ഞാൻ ചെന്നാൽ കരുണ എൻ്റെ കൂടെ വരുമെന്ന് തന്നെയാണ്, എന്താണെന്നറിയില്ല എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, എന്തായാലും നീ ഒന്ന് പോയി നോക്കടാ, കരുണമോളെങ്ങാനും നിൻ്റെ കൂടെ വന്നാൽ നീ രക്ഷപ്പെട്ടില്ലേ, അല്ലെങ്കിൽ തന്നെ കണ്ണൻ്റെ സ്വത്തുക്കൾ നിനക്ക് കിട്ടുമെന്നൊന്നും ഉറപ്പില്ല. ഇപ്പോൾ തന്നെ പകുതി സ്വത്തും മഹാലക്ഷ്മിയുടെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് കരുണയുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സ്വത്തുക്കളാണ്. എങ്ങനെയെങ്കിലും കരുണമോളെ സോപ്പിട്ട് നിന്ന് ആ സ്വത്തുക്കളൊക്കെ കരുണമോളുടെയും നിൻ്റെയും പേരിൽ എഴുതി വാങ്ങാൻ നോക്കണം. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ആദ്യം ഞാനൊന്ന് അവിടം വരെ ചെന്ന് നോക്കട്ടെ, അവളെന്താ പറയണേന്ന് നോക്കട്ടെ. അവളുടെ ഒരു സ്വഭാവം വെച്ച് വീണ്ടും എന്നെ ആക്ഷേപിക്കാനും തല്ലാനും ആ സാധ്യത. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മോഹിനി നിന്നോട് ചെല്ലാൻ പറയില്ലായിരുന്നു. ഇതിപ്പോൾ മോഹിനി എന്തോ പറഞ്ഞ് കരുണയുടെ മനസ്സ് മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിന്നോട് ചെല്ലാൻ പറഞ്ഞേക്കണേ, നീ എന്തായാലും പോയിട്ട് വാടാന്ന്. അങ്ങനെ നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ കരുണാലയത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്.
ഇതേസമയം പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, എന്നാലും അത് വലിയൊരു ചതിയായി പോയല്ലോടെ പ്രതാപ, ആ മോഹിനി നമ്മളോട് ചെയ്തത്. അവളോട് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് അവളിപ്പോൾ എന്തിനാ അത് നമ്മളുടെ കുഞ്ഞിനോട് പറഞ്ഞിരുന്നു. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, എന്തായാലും അവൾ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ കർണമോൾക്ക് നമ്മളോടുള്ള ഇഷ്ടമൊക്കെ പോയിട്ടുണ്ടാവും. ഞാനൊരു കൊലപാതകയാണെന്ന് പറഞ്ഞാൽ കർണമോൾക്ക് എന്നെ ഉൾക്കൊള്ളാനേ പറ്റില്ല. അതുമാത്രമല്ല, ഉണ്ണിയുടെ അച്ഛനെ കൊന്നത് ഞാനാന്ന് പറഞ്ഞാൽ അവൾ സഹിക്കുമെന്ന്. ആ സമയം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് വീട്ടിലോട്ട് ചെന്നിട്ട് വേണം ആ മോഹിനിക്കുള്ളത് കൊടുക്കാമെന്ന് പറയുമ്പോൾ പ്രതാപൻ വീണ്ടും പറയുന്നുണ്ട്, അതൊന്നും നടക്കില്ല അമ്മേ. മോഹിനിയെ നമ്മളിനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പോലീസിൻ്റെ ഇടി കൊള്ളേണ്ട വരും, അല്ലെങ്കിൽ മാർക്കോയുടെ കയ്യിൽ നിന്ന് ഇടി കൊള്ളേണ്ട വരും. എന്തായാലും എനിക്ക് ഇടി ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും നിനക്കിപ്പോൾ രാജയോഗമാണെന്ന് തോന്നണല്ലോടാ പ്രതാപ, എവിടെ നോക്കിയാലും നിനക്ക് തല്ലാണല്ലോ കിട്ടണുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മോഹിനിയാണെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടതും വേഗം മോഹിനി ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണി കാറിൽ നിന്ന് ഇറങ്ങി വന്നതും മോഹിനി ഉണ്ണിയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട്, ആ മോൻ വന്നോ, മോൻ വാ അകത്ത് കയറിയിരുന്ന് സംസാരിക്കാം, അപ്പോഴേക്കും കർണമോള് വരട്ടെ എന്ന് പറയുന്നു. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, കർണ എവിടെ പോയതാന്ന് ചോദിക്കുമ്പം കർണയുടെ അച്ഛനെയും മുത്തശ്ശീനെയും കാണാൻ പോയതാ. കർണയുടെ അച്ഛൻ ഇപ്പോൾ തോമസ് ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് പോയേക്കല്ലേ. അച്ഛനെയും മുത്തശ്ശിയും കണ്ടിട്ട് കർണ ഇപ്പം തന്നെ വരും, മോൻ അതുവരെയും ഇവിടെ കയറി ഇരിക്കുക, ഞാൻ മോനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറയുന്നു. ആ സമയത്ത് ഉണ്ണിക്കാണെങ്കിൽ ഒരു വിശ്വാസമില്ല. എന്നിട്ട് ഉണ്ണി ചോദിക്കുന്നുണ്ട്, കർണ എൻ്റെ കൂടെ വരുമെന്ന് അമ്മയ്ക്ക് എന്താ ഇത്ര ഉറപ്പെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ട് മോനെ, മോൻ നോക്കിക്കോ, കർണമോള് വന്നു കഴിയുമ്പം ഉറപ്പായിട്ടും മോൻ്റെ കൂടെ അവൾ കമലേശ്വരത്തേക്ക് വരും, അതിനുവേണ്ടി ഞാൻ മോളെ കുറേ ഉപദേശിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഉണ്ണിയും മോഹിനിയും കൂടെ അകത്തേക്ക് കയറി പോയിട്ട് മോഹിനിയാണെങ്കിൽ ഉണ്ണിക്ക് കുടിക്കാൻ ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഉണ്ണി എപ്പോഴും മോഹിനിയോട് അത്ര സ്നേഹത്തിലൊന്നും പെരുമാറാറില്ല, ഒരകൽച്ച കാണിക്കാറുണ്ട്. കർണയ്ക്ക് ഈ മോഹിനിയെ ഇഷ്ടമല്ലാത്തതുപോലെ തന്നെ ഉണ്ണിക്ക് മോഹിനിയോട് താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇന്ന് മോഹിനിയുടെ ഈ ഒരു പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ഉണ്ണിക്ക് സ്വാഭാവികമായിട്ടും മോഹിനിയോട് നല്ല ഇഷ്ടമൊക്കെ തോന്നിയിട്ട് മോഹിനിയായിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, ഇനിയെങ്കിലും മോൻ മഹാലക്ഷ്മിയും കണ്ണനുമായിട്ടുള്ള വിരോധമൊക്കെ മാറ്റണം, എൻ്റെ ലക്ഷ്മി മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, അമ്മ അവരെ ഒരിക്കലും ന്യായീകരിക്കണ്ട, അവർ തെറ്റ് ചെയ്യാഞ്ഞിട്ടാണോ കണ്ണേട്ടൻ്റേതല്ലാത്തൊരു കുഞ്ഞിനെ വയറ്റി ചുമന്നുകൊണ്ട് നടക്കണേന്ന്. അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കർണ അങ്ങോട്ട് വരുന്നുണ്ട്. കർണയെ കണ്ടതും ഉണ്ണിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. കാരണം ഇനിയും ഇവള് ഉണ്ണീനെ തല്ലുമോ എന്നുള്ളൊരു പേടിയൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട്. അങ്ങനെ ഉണ്ണി നിൽക്കുന്ന സമയത്ത് മോഹിനി പറയുന്നുണ്ട്, മോളെ വിളിക്കാനാ ഉണ്ണി വന്നേക്കണേ, മോൾ എത്രയും പെട്ടെന്ന് ഉണ്ണിയുടെ കൂടെ കമലേശ്വരത്തേക്ക് പോകുന്ന. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, കരണേ നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിയേട്ടാ, ഞാൻ ഉണ്ണിയേട്ടൻ്റെ കൂടെ വീട്ടിലോട്ട് വരുക. കാര്യം എനിക്ക് അന്നേരം ദേഷ്യം വന്നപ്പോൾ ഞാൻ ഉണ്ണിയേട്ടനെ തല്ലിയെങ്കിലും ഉണ്ണിയേട്ടനുമായിട്ട് ബന്ധം പിരിയണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, എന്തായാലും കഴിഞ്ഞു, ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കണ്ട, എത്രയും പെട്ടെന്ന് രണ്ടുപേരും വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ കരുണ ഉണ്ണിയുടെ കൂടെ കാറ് കയറി പോകുന്നുണ്ട്. അത് കാണുമ്പോൾ മോഹിനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് പോണ വഴിക്ക് ഉണ്ണിയാണെങ്കിൽ അങ്ങനെ സംസാരിക്കണമൊന്നുമില്ല. ആ സമയത്ത് കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ കാറൊന്ന് നിർത്തിക്കുകയെന്ന്. ആ സമയം ഉണ്ണി എന്തിനാ കരുണയെന്ന് ചോദിക്കുമ്പം എനിക്ക് ഉണ്ണിയേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്. അങ്ങനെ ഉണ്ണി കാറ് നിർത്തിയതും കരുണ ഉണ്ണീനോട് ചോദിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടൻ്റെ എത്രാമത്തെ വയസ്സിലാണ് ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ മരിച്ചതെന്ന് ചോദിക്കുമ്പം ഞാൻ തീരെ ചെറുതായിരുന്നു, കണ്ണേട്ടൻ അന്ന് 12 വയസ്സുണ്ടായിരുന്നു. കണ്ണേട്ടൻ്റെ പിറന്നാളിന് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അച്ഛന് ആക്സിഡൻറ്റ് പറ്റിയെന്ന് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതോടുകൂടി ആ കണ്ണേട്ടൻ വീൽ ചെയറിലായെന്ന്. അത് കേട്ടതും കരുണയ്ക്കാണെങ്കിൽ ആകെ വിഷമമാവുന്നുണ്ട്. കരുണ ചോദിക്കുന്നുണ്ട്, അന്ന് ഒരു ലോറി ഇടിച്ചല്ലേ ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ മരിച്ച, അതേ കരുണയെ ലോറി ഇടിച്ച, എന്നിട്ട് ആ ലോറി ഓടിച്ച ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല കരുണെ, അന്ന് ഇങ്ങനെ CCTV ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ആ ലോറി ഓടിച്ച ആളെയും ലോറിയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുമാത്രമല്ല അന്ന് ഭയങ്കര മഴയുമായിരുന്നു, അതുകൊണ്ട് റോട്ടിൽ കിടന്ന് ചോര വാർന്നാണ് എൻ്റെ അച്ഛൻ മരിച്ചതെന്ന് എല്ലാവരും പറഞ്ഞു. ആ സമയത്ത് കരുണയ്ക്ക് ഒരു ആശ്വാസമാവുന്നുണ്ട്. എന്തായാലും ഈ പ്രതാപനാണ് ഈ ഉണ്ണിയുടെ അച്ഛനെ കൊന്നേന്നുള്ള വിവരം ആർക്കും അറിയില്ല എന്നുള്ളൊരു സമാധാനത്തിൽ എന്നാൽ നമുക്കിനി പോകാം വീട്ടിലോട്ടൊന്നും പറഞ്ഞ് കരുണ കാറിൽ കയറുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കാറിൻ്റെ ഒച്ച കേട്ടതും മോള് വന്നല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഇറങ്ങി വരുന്നുണ്ട്. സന്തോഷത്തോടു കൂടി ഇറങ്ങി വന്നിട്ട് മോളെ വാ, മോളെന്തിനാ വീട്ടിലോട്ട് പോയാൽ, ഇവൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതിന് മോള് വീട്ടിലോട്ട് പോവുകയാണോ ചെയ്യേണ്ടത്, ഇങ്ങോട്ട് വന്നാൽ പോരായിരുന്നോ, ഞാനത് അറിഞ്ഞപ്പോൾ തന്നെ ഇവൻ്റെ ചെവിട് നോക്കി ഞാൻ കൊടുത്തു എന്ന് പറയണം. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല അമ്മേ, അന്നേരം ഉണ്ണിയേട്ടൻ അങ്ങനെ പറഞ്ഞപ്പം എനിക്ക് സഹിക്കാൻ പറ്റാത്ത ദേഷ്യവും സങ്കടവും വന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്, ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. ആ സമയത്ത്
എന്തായാലും മോള് തിരികെ വന്നത് നന്നായി. ഇല്ലെങ്കിൽ ആ മഹാലക്ഷ്മിക്കൊക്കെ അത് ഭയങ്കര സന്തോഷമായേനെ. എന്തായാലും ഇനിയിപ്പോൾ കണ്ണൻ്റെ സ്വത്ത് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. ഇപ്പോൾ പാതി സ്വത്ത് ആ മഹാലക്ഷ്മിയുടെ പേരിലല്ലേ, അതുകൊണ്ട് തന്നെ മോളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സ്വത്തുക്കളൊക്കെ ഇനി നമുക്ക് പ്രതീക്ഷയുള്ളൂ. ആ സമയത്ത് കരുണ ഈ ദുർഗ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ ദുർഗേനെ നോക്കുന്ന സമയത്ത് ദുർഗ പറയുന്നുണ്ട്, മോളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സ്വത്തുക്കളെല്ലാം ഇപ്പോഴും അവരുടെ പേരിൽ തന്നെയല്ലേ, അത് എങ്ങനെയെങ്കിലും മോളുടെയും ഉണ്ണിയുടെയും പേരിലേക്ക് ആക്കിയെടുക്കണം, അതും എത്രയും പെട്ടെന്ന്. അത് കേട്ടതും കരുണയാണെങ്കിൽ ഇങ്ങനെ ആകെ ഒരു സൈസ് ഷോക്കായ പോലെ ആവുന്നുണ്ട്. കാരണം ദുർഗയിൽ നിന്നും ഇങ്ങനെ ഒരു സമീപനം ഈ കരുണ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ കരുണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവർക്ക് സ്വത്തിനോട് ഭയങ്കര ആർത്തിയാണല്ലോ, ഇവർക്ക് കണ്ണേട്ടൻ്റെ സ്വത്തിനോട് മാത്രമല്ല എൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സ്വത്തിനോട് വരെയും ഭയങ്കര ആർത്തിയാണ്. എന്തായാലും ഇവർ ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല, ഇവരെ ഒന്ന് സൂക്ഷിക്കണമെന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, മോളെ എന്താ ആലോചിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പോൾ, അല്ല അമ്മേ ഞാൻ ഒന്നും ആലോചിച്ചതല്ല, അമ്മ പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചതാന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് മോളത് മോളുടെ പേരിലാക്കണം, ഇല്ലെങ്കിൽ പിന്നെ ആ സ്വത്ത് നമുക്ക് കിട്ടൂല എന്ന് പറഞ്ഞതും കരുണ പറയുന്നുണ്ട്, ആ സ്വത്ത് എനിക്കല്ലാതെ വേറെ ആർക്കും കിട്ടൂല, അപ്പോൾ മഹാലക്ഷ്മിക്ക് അതിൽ അവകാശമില്ലേ എന്ന് ചോദിക്കുമ്പം അത് അമ്മയുടെ സ്വത്തിൽ മാത്രമേ ലക്ഷ്മിക്ക് അവകാശമുള്ളൂ, അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സ്വത്തിൽ അവൾക്കൊരു അവകാശമില്ല, ആ സ്വത്തിൻ്റെ എല്ലാം ഏക അവകാശി ഞാനാ എന്ന് വിചാരിച്ച് ഇപ്പം തന്നെ ഞാൻ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കയ്യിൽ നിന്ന് ആ സ്വത്ത് മേടിച്ചെടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അത് കേട്ടതും ദുർഗയാണെങ്കിൽ ഇങ്ങനെ ഷോക്കായതുപോലെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ കരുണയുടെ സ്വഭാവമൊക്കെ നല്ലോണം മാറുന്ന എപ്പിസോഡുകൾ തന്നെയാണ് വരാൻ പോകുന്നത്. അതോടുകൂടി നമ്മുടെ ദുർഗയ്ക്കും നല്ല തിരിച്ചടി തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.